ഹലോ ഗൈസ്, സല്യൂട്ട് ഡിസിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മണാലി യാത്രയിലാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാനിതാ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് ഹൊസ്കോട്ടയിൽ നിന്ന് ഊബർ വിളിച്ചിട്ട് അതിനകത്ത് നിന്ന് ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങണം. എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് 11:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 11:30ക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു പൊലിച്ചയ്ക്ക് ഒരു 2 മണി 2:30 3 മണി ആ ഒരു സമയമാകുമ്പോഴേക്കാണ് കാണിക്കുന്നത് അവിടെ എത്തും എന്നുള്ളത്. എന്തായാലും ആദ്യമായിട്ടാണ് എയർപോർട്ടിലേക്കൊക്കെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ജോമിൽ അപ്പുറത്തുണ്ട്, ഊബർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ശരി, എയർപോർട്ടിൽ പോയി കാണാം. ഓക്കെ പോലെ അപ്പോൾ ഓക്കെ പോവാം. ശരി. അപ്പോൾ നമ്മൾ ഊബർ അവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബാഗിൽ ചെയറൊക്കെ അത് ഒന്ന് റാപ്പ് ചെയ്ത് സെറ്റാക്കണല്ലേ, അത് മിസ്സായി പോകുന്ന പറഞ്ഞു. അപ്പോൾ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ചെക്കറേ. ഇത് ചെയ്യുന്നതിന് റേറ്റ് വരുന്നത് 700 രൂപയാണ്. ബാംഗ്ലൂർ വരുന്ന എയർപോർട്ടിൽ വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തിട്ട് വരാൻ പറ്റുമോ നോക്കുക. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 700 രൂപയാണ് ഇതിനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മൊത്തം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട ഇങ്ങനെ പിടിച്ചിട്ടില്ല. ഇതിനെ അവിടെ കൊണ്ടുപോയിട്ട് ചെക്കപ്പിന് വേണ്ടി വിട്ടു കൊടുക്കണം. അവിടെ വെച്ച് പിന്നെ കയ്യിലെ ഹാൻഡ് ബാഗ് 7 കിലോ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കട്ടെ. ഞാൻ ഒരു വട്ടം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ചു വന്നതാണ്. ഗൈസ്, അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഉള്ളിൽ കയറി ബാഗും കാര്യങ്ങളൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഗേറ്റ് നമ്പർ 37 പോയിട്ട് വേണം വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി. ഫ്ലൈറ്റ് 11:30ക്കാണ്. ഇപ്പോൾ ഗൈസ്, ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് 2ാമത്തെ പ്രാവശ്യം. ഫസ്റ്റ് ഒരു വട്ടം വന്നത് ഞാൻ ഒരാളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം വരുന്നത് ഞാൻ എനിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, അന്ന് വന്നപ്പോൾ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ എയർപോർട്ട് വിട്ട് പോയതെങ്കിലും ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയോടെയാണ് ഈ എയർപോർട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സത്യം പറയാലോ നെറ്റ്കോട്ടിൻ്റെ ഇർഫാനോടും അതേപോലെ ജോമൽ, എൻ്റെ സുഹൃത്ത് ജോമലിനോടൊക്കെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 11:30ക്ക് ഫ്ലൈറ്റ് എടുക്കും. 11:30ക്ക് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2:30 ആകുമ്പോൾ ഏകദേശം എത്തും എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. എന്തായാലും ഇനി ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പറ്റുവാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കി. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു ഉള്ളിലൊരു പേടി. ഇവിടെ ക്യാമറയൊക്കെ അലോഡ് ആണോ എന്താ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ നിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുക്കാം. ഓക്കെ, ബാക്കി വിശേഷം നമുക്ക് ഡൽഹിയിലെത്തിയിട്ട് കാണാം. Passengers seated on zone 1, 21 to 31 to kindly step forward for boarding. Customers having kiosk machine boarding passes and web check-in boarding passes are requested to show your ID cards. Thank you for choosing Indigo as your preferred airline. There's a seat change.
Aircraft has been swapped, sir. Okay. Sorry? Aircraft has been swapped, so there's a seat. ഗൈസ് അങ്ങനെ വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാണ്. ബാക്കിലെല്ലാം ഫുള്ള് ആൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാം, ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാം. സോറി, വിമാനമല്ല, ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അപ്പം ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ. ഓക്കെ, Rage on that beat, going crazy. With latest weather reports, till then sit back, relax, enjoy your flight. Thank you for choosing Indigo. Alongside our crew member Christina, Asha here, and I will be the lead cabin crew member. We speak English and Hindi from all with to service from Bihar. ഫൈനലി ഞാൻ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. താങ്ക് യു. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി എയർപോർട്ടിന് പുറത്ത് വന്നിട്ടുണ്ട്. നയിച്ചേ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാട് തന്നെ മൊത്തം മറ്റേ ആൾക്കാർ, ടാക്സിക്കാർ വന്നിട്ട് ടാക്സി വേണോ. നമുക്ക് ടാക്സിയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിൻ്റെ മുന്നിലാണ്. വേണ്ടില്ലേ, ബാഗ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും സാരമില്ല, ഒന്ന് നേരെയൊക്കെ വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാത്രകൾ തുടരുകയാണ്, ശരിയായ യാത്രകൾ. ഓക്കെ, ഒന്നും അറിയില്ല, എന്താകുമെന്നോ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണം റൂം തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റൂം കിട്ടിയതിന് ശേഷം വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നല്ല വൃത്തിക്ക്. നല്ല റൂം തന്നെ വേണം, ഈ ബാഗും കാര്യങ്ങളൊക്കെ സേഫാക്കാൻ പറ്റിയൊരു റൂമും കാര്യങ്ങളും തന്നെ വേണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്ര റൂം തപ്പൽ. ഓക്കെ ഗൈസ്, അങ്ങനെ റൊട്ടി എന്തോന്ന് തോന്നുന്നു. ഇവിടെ എയർപോർട്ടിൻ്റെ കുറച്ച് മുന്നിൽ സൈഡിലായിട്ട് ഇങ്ങനെ റൊട്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇവിടുന്ന് കഴിക്കുക. ഇന്ന് എന്തായാലും നോമ്പ് തുടങ്ങുകയാണ്, നോമ്പ് ഫസ്റ്റ് ഡേ ആണ്. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്, 4:04 ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നിയത്തും വെച്ച് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ നോമ്പ് എടുക്കാമെന്നാണ് പ്ലാന്. പിന്നെ റൂം നോക്കണം, റൂം നോക്കിയിട്ട് റൂമിൽ പോയിട്ട് സ്റ്റേ അടിക്കണം. ഇന്നെന്തായാലും ഒരു ഉച്ച വരെ റെസ്റ്റ് എടുക്കണം എന്നാണ് പ്ലാന്. ഗൈസ് അങ്ങനെ ഞാൻ ആ റൊട്ടിയൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുന്നു. ബസ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി അങ്ങ് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് നോക്കിയിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയതാ. ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്ന് വായനകളിൽ നിന്നൊക്കെ പുക വരുന്നത്. ഭയങ്കര തണുപ്പ്. ഇവിടെ ഇങ്ങനെ തണുപ്പാണെങ്കിൽ അപ്പോൾ എന്തായാലും അവിടെ മണാലിയൊക്കെ എത്തുമ്പോൾ എമ്മാതിരി തണുപ്പായിരിക്കും. ഞാൻ എന്തായാലും ബസ് നോക്കിയിട്ട് ഇങ്ങനെ പോവാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബസ് അവിടെ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ. അയ്യോ, കുറേ ഓട്ടോക്കാരും കാറുകാരും മറ്റേ ടാക്സിക്കാരും അവരവരൊക്കെ വന്നിട്ട് ടാക്സി ചെയ്യ ടാക്സി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കിത് ബാംഗ്ലൂരിൽ നിന്ന് ശീലമായതുകൊണ്ട് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല അവർക്കൊന്നും. നമുക്ക് എന്തായാലും ബസ്സിൽ തന്നെ പോവാം. ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഞാനിപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈക്കും കൊണ്ട് ചങ്ങായി ഇപ്പം വരും. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്.
അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് റൂം കിട്ടുവാണെങ്കിൽ അവിടെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കണോ, ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ ജുമാ മസ്ജിദ് ഭാഗത്തോട്ട് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും നോക്കണം എന്നാണ് പ്ലാൻ ഉള്ളത്. എന്തായാലും അറിയാണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ആകെ മൂഞ്ചസ്യ ഗുണസ്യ കൊള്ളാം. എന്തായാലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് പോകാനുള്ള ബൈക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഇപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇനിയിപ്പോൾ ജുമാ മസ്ജിദിലോട്ട് പോയിട്ട് അവിടെ റൂം എടുക്കണം. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പൊട്ടനെ പോലെ ഇരിക്കുകയാണ്, പൊട്ടനെ പോലെ, രക്ഷയില്ല. ഗൈസ് ഞാൻ അങ്ങനെയുള്ളത് ഇപ്പോൾ എവിടെയാണെന്നറിയാം, ഞാൻ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ജുമാ മസ്ജിദ്, അതായത് ഡൽഹിയിലെ ജമാ മസ്ജിദിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നോക്കിയേ രാവിലത്തെ ഒരു വ്യൂ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നല്ല റൂം കിട്ടുമോ നോക്കട്ടെ. റൂം കിട്ടിയിട്ട് വേണം ബാക്കി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഗൈസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ കിട്ടിയൊരു വ്യൂ വേണ്ട. ഇവിടെ എന്തോ പരിപാടി എന്തോ നടക്കുന്നെന്ന് തോന്നുന്നു. മൊത്തം ലൈറ്റൊക്കെ ആയിട്ട് അലങ്കരിച്ച്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ ജുമാ മസ്ജിദ് വരുന്നത്. വേണ്ട നമുക്ക് എന്തായാലും നല്ല റൂം കിട്ടുമോ നോക്കണം. റൂം നോക്കിയിട്ട് നടക്കുകയാണ്.